നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ ആകാശം വീണ്ടും വെടിയൊച്ചകളുടെ നിഴലിൽ വിറങ്ങലിക്കുമ്പോൾ വാക്കുകൾ പോലും ആയുധങ്ങളായി മാറുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്. ഇറാനെതിരെ അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫഖാരിയുടെ ശക്തമായ ഭീഷണിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കരയുദ്ധത്തിന് ശ്രമിച്ചാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് US സൈനികർ നല്ല ഭക്ഷണമായി തീരുമെന്നാണ് സോൽഫഖാരി വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരിച്ചത്. 3500 സൈനികരുമായി US പടക്കപ്പൽ USS ട്രിപ്പോളി മധ്യപൂർവ്വദേശത്തെത്തി എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇബ്രാഹിം സോൽഫഖാരിയുടെ പ്രതികരണം പുറത്തുവന്നത്. കരയുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് US സൈനികർ ഭക്ഷണമാകും. ഇങ്ങനെ തീക്ഷ്ണമായ മുന്നറിയിപ്പാണ് ഇബ്രാഹിം സോൽഫഖാരി നൽകിയത്. ഇത് സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് ശക്തി സമവാക്യങ്ങളുടെ ഒരു തുറന്ന വെല്ലുവിളിയാണ്. ഇറാന്റെയും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല സംഘർഷം വീണ്ടും സൈനിക തലത്തിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്ന സൂചനയായി ഈ വാക്കുകൾ മാറുന്നു. പേർഷ്യൻ ഉൾക്കടൽ ലോകത്തിന്റെ ഊർജ്ജധാരകൾ ഒഴുകുന്ന ഈ സമുദ്രപാത ഇന്ന് വീണ്ടും തന്ത്രപ്രധാനമായ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇറാൻ അമേരിക്ക ബന്ധം വർഷങ്ങളായി സംഘർഷഭരിതമാണ്. ആണവ കരാറുകൾ, ഉപരോധങ്ങൾ, പ്രോക്സി യുദ്ധങ്ങൾ, കടൽ മാർഗങ്ങളിലെ സംഘർഷങ്ങൾ ഇതെല്ലാം ചേർന്നാണ് ഇന്നത്തെ അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കാണുന്നത് ഡിറ്ററൻസ് എന്ന തന്ത്രത്തിന്റെ ശക്തമായ പ്രകടനമാണ്. അമേരിക്ക നേരിട്ട് കരയുദ്ധത്തിന് ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇറാന്റെ ഭൂമിശാസ്ത്രപരവും സൈനിക ഘടനയും അതിനെ അതീവ അപകടകരമാക്കും. അതേസമയം ഇറാൻ നടത്തുന്ന ഇത്തരം ശക്തമായ പ്രസ്താവനകൾ സൈക്കോളജിക്കൽ വാർഫെയർ എന്ന രീതിയിലും കാണാം. ശത്രുവിനെ ഭയപ്പെടുത്തുകയും ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് തടയുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഇബ്രാഹിം സോൽഫഖാരിയുടെ പ്രസ്താവന വളരെ കടുത്തതാണെങ്കിലും അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമല്ല. അസമമായ യുദ്ധരീതികൾ, കടൽ മാർഗങ്ങളിലെ മിസൈൽ ആക്രമണ ശേഷി, ഡ്രോൺ സാങ്കേതിക വിദ്യ, പ്രാദേശിക സഖ്യങ്ങളുടെ പിന്തുണ ഇവയിലൂടെ ഇറാൻ തന്റെ പ്രതിരോധ ശേഷി ശക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും അമേരിക്കയുടെ സൈനിക ശക്തിയുമായി നേരിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ നിലനിൽക്കുമോ എന്നത് വലിയ ചോദ്യമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ നേരിട്ട് വലിയ യുദ്ധം തുടങ്ങാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ചെറുതും തന്ത്രപരവുമായ ആക്രമണങ്ങൾ വഴി സമ്മർദ്ദം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വളരെ വിദൂരവുമല്ല. ഇന്നത്തെ അവസ്ഥയെ ഒരു പൂർണ്ണ യുദ്ധത്തിന്റെ തുടക്കമായി കാണുന്നത് അതിരുകടന്ന വിലയിരുത്തലായിരിക്കും. എന്നാൽ ഇത് വളരെ അപകടകരമായ ഒരു പ്രീ വാർ ടെൻഷൻ ഘട്ടമാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നതിനൊപ്പം നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇബ്രാഹിം സോൽഫഖാരിയുടെ പ്രസ്താവന പിന്നിൽ ആഭ്യന്തര ജനാഭിപ്രായം ശക്തമാക്കൽ, അമേരിക്കയെ ഭീഷണിപ്പെടുത്തൽ, സഖ്യരാജ്യങ്ങൾക്ക് സന്ദേശം നൽകൽ എന്നീ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കാണാം. മധ്യപൂർവേഷ്യയിലെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ യുദ്ധങ്ങൾ പലപ്പോഴും ചെറിയ തെറ്റുകളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ്. ഇന്ന് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു വാക്കുതർക്കം നാളെ ഒരു സൈനിക ഏറ്റുമുട്ടലായി മാറുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഈ സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അതിന്റെ ആഘാതം ഒരു രാജ്യത്തിന്റെയോ ഒരു പ്രദേശത്തിന്റെയോ പ്രശ്നമാകില്ല. അത് ലോക സമാധാനത്തെയും സമ്പദ് വ്യവസ്ഥയെയും മനുഷ്യ ജീവിതത്തെയും ഒരുപോലെ തകർക്കുന്ന ആഗോള പ്രതിസന്ധിയായി മാറും. ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു നിശബ്ദമായ യുദ്ധാവസ്ഥയാണ്. തോക്കുകൾ ഇനിയും പൊട്ടിയിട്ടില്ല, പക്ഷേ വാക്കുകൾക്ക് ഇതിനകം തന്നെ തീ പിടിച്ചിട്ടുണ്ട്.